നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന ഒരു സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് സെക്ഷനിലുള്ളത്. സിവിക്സിനകത്തും വരും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരും. നമ്മൾ ഓൾറെഡി ലക്ഷ്മികാന്തിന്റെ ഫുൾ കവർ ചെയ്തതാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, സഖ്യം അഥവാ അലയൻസ് എന്നതിന്റെ അർത്ഥം നൽകുക. സഖ്യം അഥവാ അലയൻസ്. ഓപ്ഷൻ എ, രണ്ടു പാർട്ടികൾ ഒരുമിച്ച് സർക്കാർ രൂപീകരിക്കുന്നു. ഓപ്ഷൻ ബി, ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നു. ഓപ്ഷൻ സി, സംസ്ഥാന ദേശീയ പാർട്ടികൾ ഒരുമിച്ച് സർക്കാർ രൂപീകരിക്കുമ്പോൾ. ഓപ്ഷൻ ഡി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അധികാരം നേടുന്നതിനുമായി ഒരു മൾട്ടി പാർട്ടി സംവിധാനത്തിലെ നിരവധി പാർട്ടികൾ ചേരുന്നു. ഇതിനകത്ത് ഏതാണ് അലയൻസ് അഥവാ സഖ്യം എന്നതിന്റെ റിയൽ മീനിങ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അധികാരം നേടുന്നതിനുമായി ഒരു മൾട്ടി പാർട്ടി സംവിധാനത്തിലെ നിരവധി പാർട്ടികൾ ചേരുന്നതിനെയാണ് നമ്മൾ അലയൻസ് ഫോം ചെയ്യുക അഥവാ സഖ്യം കൂടുക എന്ന് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിസിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മാർക്സിസ്റ്റ് ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. ഓപ്ഷൻ എ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഓപ്ഷൻ ബി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി, ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK. ഓപ്ഷൻ ഡി, ബഹുജൻ സമാജ് പാർട്ടി. ആൻസർ ഓപ്ഷൻ ബി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. അടുത്ത 3, സെലക്ട് ദി സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി പാർട്ടി സിസ്റ്റം. മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് എഴുതുക. ഓപ്ഷൻ എ, മൾട്ടി പാർട്ടി സിസ്റ്റം പ്രൊവൈഡ്സ് ലിമിറ്റഡ് ചോയ്സ് ടു വോട്ടേഴ്സ്. എന്താണ്? വോട്ടർമാർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സേ മൾട്ടി പാർട്ടി സിസ്റ്റം കൊടുക്കുന്നുള്ളൂ. ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് അതായത് വഴക്കിനുള്ള സാധ്യതയുണ്ട് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ. പ്രൊവൈഡ് ചോയ്സ് ടു ദ വോട്ടേഴ്സിന് ചോയ്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. മൾട്ടി പാർട്ടി സിസ്റ്റം റീജിയണൽ പാർട്ടി ഗെറ്റ് ദി റെപ്രസെന്റേഷൻ. മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ റീജിയണൽ പാർട്ടി സിസ്റ്റത്തിന് അല്ലെങ്കിൽ റീജിയണൽ പാർട്ടിക്ക് റെപ്രസെന്റേഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ. ഇതിനകത്ത് അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊവൈഡ് ചോയ്സ് ടു ദി വോട്ടേഴ്സ്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിനകത്ത് വോട്ടർമാർക്ക് ചോയ്സ് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ അലൗട്ടഡ് സിംബൽ ബൈ. ഇതെല്ലാം തന്നെ CBSE NCERT പുസ്തകത്തിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ അലൗട്ടഡ് സിംബൽ ബൈ. ആരാണ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് സിംബൽ കൊടുക്കുന്നത്? അറിയാം എല്ലാവർക്കും. ഓപ്ഷൻ ഡി, ഇലക്ഷൻ കമ്മീഷൻ ആണ്. അടുത്ത 5, എ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് വൺ ദാറ്റ്. ഒരു റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഓപ്ഷൻ എ, ഈസ് രജിസ്റ്റേർഡ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടി ആയിരിക്കും. ഈസ് ഗിവൺ എ യുണീക്ക് ഇലക്ഷൻ സിംബൽ. ഒരു യുണീക്ക് ഇലക്ഷൻ, അതായത് അവർക്ക് ഒരു സിംബൽ ഉണ്ടായിരിക്കും. ഗെറ്റ് സം അതർ ഫെസിലിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ മറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ഏതാണ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന സംഭവങ്ങൾ? അതാണ് ചോദ്യം. ഈ പറഞ്ഞതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? അതായത് ഒരു റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അവർക്ക് ഒരു ഇലക്ഷൻ സിംബൽ ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ചില ഫെസിലിറ്റീസ്, റെക്കഗ്നൈസ്ഡ് ഫെസിലിറ്റീസ് ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 6, റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാൻഡ് ഫോർ. റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്തിനു വേണ്ടിയിട്ട് നിൽക്കുന്നു? പാർട്ടീസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ വിത്ത് ഓൾ ദി പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസ്. അതുപോലെ പാർട്ടീസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ഓൺലി വൺ ഓഫ് ദി ഫെഡറൽ യൂണിറ്റ്, പാർട്ടീസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ സെവറൽ ആൻഡ് ഓൾ യൂണിറ്റ്സ് ഓഫ് ഫെഡറേഷൻ, കമ്മ്യൂണൽ പാർട്ടീസ് ബേസ്ഡ് ഓൺ റീജിയണൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഒരു റെക്കഗ്നൈസ്ഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർട്ടീസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ വിത്ത് ഓൾ ദി പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റി. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആണ് റെക്കഗ്നൈസ്ഡ് പാർട്ടി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ നാഷണൽ പാർട്ടി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഇലക്ഷൻ കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് പാർട്ടി ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ വിത്ത് ഓൾ ദി പ്രിവിലേജസ് ആൻഡ് ഫെസിലിറ്റീസ്. എല്ലാ പ്രിവിലേജും കാണും, എല്ലാ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത 7ാമത്തത്, എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് നാഷണൽ പാർട്ടി ഇഫ് ഇറ്റ് ഹാസ് സ്റ്റേറ്റ് പാർട്ടി സ്റ്റാറ്റസ് ഇൻ അറ്റ്ലീസ്റ്റ്. ഇത് നമ്മൾ ചർച്ച ചെയ്ത ഒരു ചോദ്യമാണ്. പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് നാഷണൽ പാർട്ടി ഇഫ് ഇറ്റ് ഹാസ് സ്റ്റേറ്റ് പാർട്ടി സ്റ്റാറ്റസ് ഇൻ അറ്റ്ലീസ്റ്റ്. ഓപ്ഷൻ ബി, 4 സ്റ്റേറ്റ്. 4 സ്റ്റേറ്റിലെങ്കിലും അതായത് 4 സ്റ്റേറ്റിലെങ്കിലും അവര് സ്റ്റേറ്റ് പാർട്ടി ആയിരിക്കണം നാഷണൽ പാർട്ടി ആവണമെങ്കിൽ.
അടുത്ത 8 പൊളിറ്റിക്കൽ പാർട്ടീസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റീജിയണൽ പാർട്ടി. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു റീജിയണൽ പാർട്ടി ആവണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? ഓപ്ഷൻ എ, ഇറ്റ് ഗെറ്റ്സ് 4% വോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഐദർ ഇൻ ലോക്സഭ ഓർ അസംബ്ലി ഇലക്ഷൻ. ആ പാർട്ടിക്ക് 4% വോട്ട് സ്റ്റേറ്റിൽ കിട്ടിയിരിക്കണം, ഒന്നുകിൽ ലോക്സഭ ഇലക്ഷൻ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ. ഓപ്ഷൻ ബി, ഇറ്റ് ഗെറ്റ് 6% വോട്ട് ഇൻ ദി സ്റ്റേറ്റ് ഐദർ ഇൻ ലോക്സഭ, അതായത് 6% സീറ്റ് സ്റ്റേറ്റിൽ കിട്ടണം, ലോക്സഭയിലോ അസംബ്ലി ഇലക്ഷനിലോ. ഓപ്ഷൻ സി, ഇറ്റ് ഗെറ്റ്സ് 8% വോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഐദർ ഇൻ ലോക്സഭ ഓർ അസംബ്ലി ഇലക്ഷൻ, അല്ലെങ്കിൽ 8% വോട്ട്. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു റീജിയണൽ പാർട്ടി ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് 8% വോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഐദർ ഇൻ ലോക്സഭ ഓർ അസംബ്ലി ഇലക്ഷൻ. ലോക്സഭ ഇലക്ഷനിലോ അസംബ്ലി ഇലക്ഷനിലോ സ്റ്റേറ്റിൽ 8% വോട്ട് അവര് അക്വയർ ചെയ്തിരിക്കണം. അടുത്തത് 9, ദ വേർഡ് നാഷണൽ ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഈ നാഷണൽ എന്ന് പറയുന്ന വാക്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഏൻഷ്യന്റ് ഇന്ത്യൻ പ്രസിഡൻസ്, റിയാക്ഷൻ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, യൂറോപ്യൻ പ്രസിഡൻസ്, ഫ്രീഡം സ്ട്രഗിൾ ഓഫ് അമേരിക്ക. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. റിയാക്ഷൻ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂളിലാണ് നാഷണൽ എന്ന് പറയുന്ന വേർഡ് അവര് എടുത്തത്. അടുത്ത 10, ഇൻ വിച്ച് ഇയർ വാസ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഡിവൈഡഡ് ഇൻടു 2 പാർട്ടീസ്, CPI ആൻഡ് CPIM? ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിവൈഡ് ചെയ്ത് ഒന്ന് CPIയും CPIM ആയിട്ട് മാറിയത്? ഓപ്ഷൻ ബി, 1964. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്, പക്ഷെ ഡൗട്ട് ഉണ്ടാക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് നോക്കിയിട്ട് പോകുക. പൊളിറ്റിക്കൽ പാർട്ടി ഇതുവരെ നോക്കിയിട്ടില്ലാത്തവര് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ലക്ഷ്മി ഗാന്ധിന്റെ ഇന്ത്യൻ പൊളിറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.